അപ്പൊ ഞാൻ എൻ്റെ ജീവിതകഥയുടെ 3-ാം പാർട്ട് പറയാണ്. എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് ഞാൻ പറയുന്നു. ആ മനുഷ്യൻ എന്ന് പറഞ്ഞാല് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ആരെയും പറ്റിക്കണമെന്നോ ആരുടെയും ഒരു പൈസ നമുക്ക് വേണമെന്നോ ആഗ്രഹിക്കാത്ത ഒരാളാണ്. എപ്പോഴും വീടിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാള്. അപ്പം ആൾക്ക് ജോലി, എന്റെ കല്യാണം കഴിയുന്ന സമയത്ത് സ്പെയർ പാർട്സിന്റെ കടയായിരുന്നു. അപ്പൊ അവര് സ്വന്തമായിട്ട് അങ്ങനെ സ്പെയർ പാർട്സ് നടത്തി വരാം ചേട്ടനനിയന്. അത് അങ്ങനെ കൊണ്ടു നടക്കുകയാണെങ്കിൽ എന്നാൽ ഇനി സെപ്പറേറ്റ് ആവാന്ന് പറഞ്ഞ അങ്ങനെ ഒരു കട അവര് കല്യാണത്തോട് കൂടി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് വരുമ്പോ അങ്ങനെ ഒരു പ്രശ്നം വേണ്ടാന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നടത്തി. അപ്പൊ അങ്ങനെ അത് ഒരുവിധം ആയി കൊണ്ട് നടക്കണം. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ കുടുംബത്തെ നോക്കണ ആള് എന്റെ ഹസ്ബൻഡാണ്. 10 മക്കളുണ്ടായാലും 4 പെങ്ങന്മാരാണ്. അപ്പൊ അവരെ കല്യാണം കഴിപ്പിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ അപ്പൊ ഇന്ന് അത്ര ഏബിളായിരുന്നില്ല. അപ്പൊ ഇവര് ഒക്കെ വലുതായി ഒക്കെ വരുന്നതും മറ്റു അനിയന്മാരൊക്കെ വലുതായി ഒന്നും വരുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു ചുമതലയൊക്കെ ആൾക്കുണ്ടായിരുന്നു. അല്ലാതല്ല പറയുന്നത്, അത് കുറെ കപ്പിനെ വീണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും കുറെയൊക്കെ ആള് ഏറ്റെടുത്ത ഒരാള്. അപ്പൊ ആ കുടുംബം എങ്ങനെയാ നോക്കണ്ടെന്ന് നന്നായി അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു എന്റെ ഭർത്താവ്. അപ്പൊ അതുകൊണ്ട് അത് എന്റെ ജീവിതത്തിൽ വളരെ ഉപകാരപ്രദമായി. ചിലരിങ്ങനെ ഫ്രീ ബേർഡ്സ് ആയിട്ട് നടക്കുമ്പോ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദുരിതം വരുമ്പോ അത് സഹിക്കാനോ ഭാര്യനെ സപ്പോർട്ട് ചെയ്യാനൊന്നും ചിലപ്പോ പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാല് വീടിനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. പെങ്ങന്മാരുടെ കാര്യത്തിലായാലും അനിയന്മാരുടെ കാര്യത്തിലായാലും അമ്മയപ്പന്റെയും കാര്യത്തിലായാലും കുടുംബത്തിലെ ഒരു ഓൾറൗണ്ടർ ആയിരുന്നു ആള്. അപ്പൊ സണ്ണി 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 എന്ന് പറയുന്ന ഒരു അന്തരീക്ഷത്തിൽ എന്റെ കല്യാണം കഴിഞ്ഞ് വരുന്നതും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൊച്ചു ജനിക്കുന്നതും അപ്പൊ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെയായിട്ട് ഞങ്ങൾ പിന്നെ വീട് വെച്ച് എന്റെ സ്വർണ്ണൊക്കെ എടുത്ത് അങ്ങനെ ഒരു വീട് വെച്ച് മാറി അങ്ങനെ ജീവിക്കുമ്പോ എനിക്ക് എല്ലാ സപ്പോർട്ടും തരാൻ പറ്റിയത് അതുകൊണ്ടാന്ന് പറയാം. നമ്മുടെ ജീവിതത്തിലെ കുട്ടികൾ വളർന്നു വരുമ്പോ അടുക്കളയിൽ ആൺകുട്ടികൾ കയറണ്ട, അങ്ങോട്ട് നീങ്ങണ്ട ഇങ്ങോട്ട് നീങ്ങണ്ട, ഒക്കെ പെൺകുട്ടികളാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോ ഇവരുടെ വീട്ടിൽ അങ്ങനെയല്ല, ഇവരുടെ എല്ലാ ആൺകുട്ടികളും പണിയെടുക്കും വീട്ടില്. നല്ല പണി. കാരണം എന്താ വെച്ചാൽ പെങ്ങന്മാരെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവര് ആൺകുട്ടികളും അമ്മയും അപ്പനും മാത്രമായി. അങ്ങനെ വന്നിട്ട് പിന്നെ ആദ്യമായിട്ട് കയറി വരുന്നത് ഞാനാണ്. അപ്പൊ ഇവര് ചെറുക്കന്മാരെല്ലാം പണിയെടുക്കും അവിടുത്തെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും നല്ല ശീലം. അപ്പൊ ഞങ്ങളുടെ അനിയന്മാരായാലും ഭാര്യമാരെ സഹായിക്കുന്ന ആൾക്കാരാണ്. ചേട്ടനും എല്ലാവരും അങ്ങനെ വീട്ടിൽ സഹായിക്കുന്ന ആൺമക്കളാണ്. എന്നാൽ എന്റെ ആങ്ങളമാരങ്ങനെ ആ ഒരു ഇതല്ല, ഒരു പെണ്ണുങ്ങളാണ് പണിയെടുക്കാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. അത് രണ്ട് ടൈപ്പാന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആണാവുമ്പോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോ നമുക്കൊരു വയ്യായി വന്നു, എനിക്ക് പേടിയില്ല, എന്റെ ഹസ്ബൻഡ് നോക്കിയോളും കുടുംബം, അല്ലെങ്കിൽ എനിക്ക് ഹസ്ബൻഡിന് വന്നാലും ചെയ്യാനോ പിടിക്കാനോ ഒന്നിനും മടിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര അങ്ങനെ കോപ്പറേറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഇതൊന്നും വെച്ചിട്ടില്ല, ഇത് ആണിന്റെ പണി ഇത് പെണ്ണിന്റെ പണി എന്നൊന്നും അവിടെ വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നടന്നില്ല. കാരണം കുട്ടികൾ സുഖമില്ലാത്തതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു ജീവിതമായിരുന്നു ഞങ്ങളെന്ന് പറയാം. അപ്പൊ ഈ മനുഷ്യനെ ഒരിക്കലും നമുക്ക് ഇതിന് മാറ്റി നിർത്താൻ പറ്റില്ല. അത്ര ഞങ്ങളോട് കരുണ കാണിച്ചിട്ടുള്ള ആളാ. അപ്പൊ എല്ലാ ആണുങ്ങളും അങ്ങനെ ആവണമെന്നില്ല. ഈ 2 കുട്ടികൾ ഇങ്ങനെ, പിന്നെ ഒരു പെൺകുട്ടി ഇപ്പൊ ഇതൊന്നും രക്ഷപ്പെടാൻ പോണില്ല എന്ന് പറഞ്ഞിട്ട് പതുക്കെ മുങ്ങണ ആണുങ്ങളാണ് കുറെ ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ തന്നെ ചില ഫ്രണ്ട്സിന്റെ വീട്ടില് ഒരു കുട്ടിക്ക് അസുഖം വന്നിട്ട് അവിടെ ഇട്ടുപോയി എന്ന് പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. പ്രത്യേകിച്ച് എന്റെ വീടിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ട് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോ ഇനി എന്താ ചെയ്യണ്ടേ? കട പലപ്പോഴും തുറക്കാൻ പറ്റുന്നില്ല. മക്കളെയും കൊണ്ട് നമ്മള് ഹോസ്പിറ്റലുകളൊക്കെ ഓടല്ലേ. ബാംഗ്ലൂർ പോയി, അതുപോലെ മദ്രാസിൽ പോയി, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നടക്കണം. നമുക്ക് അറിയില്ല അതെന്തിട്ടാ. ആദ്യം ഈ SMA കണ്ടപ്പോ ഞങ്ങളുടെ 2 കുടുംബത്തിൽ നിന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ എന്താ ഇതെന്ന് മനസ്സിലാവില്ല. എന്റെ വിചാരം ഞാൻ വീണുണ്ട്, തറവാട്ടില് തുടച്ചുകൊണ്ടിരിക്കുമ്പോ വഴുക്കി വീണുണ്ട്. അപ്പൊ എന്റെ വിചാരം എനിക്കിങ്ങനെ പറ്റിയിട്ടുള്ളത് ഞാൻ വീണിട്ടാന്നാണ്. അപ്പൊ ഇത് പിന്നെ ഡോക്ടർ പറയാ ഒരു ചെറിയ സംശയം, നമുക്ക് നിംഹാൻസിൽ കൊണ്ടുപോയിട്ട് ഒന്ന് നോക്കാം, ഇത് എന്താന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവച്ചത്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ SMA ആണ്. അന്ന് അവരത് റിപ്പീറ്റ് ചെയ്യുന്ന എനിക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഒന്നും ഉണ്ടായില്ല. ഞാൻ പിന്നെ 3ാമത് വെച്ച് റിപ്പീറ്റ് ചെയ്തില്ല. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം ആൾക്കാർക്ക്, ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്, അപ്പൊ അത് ശ്രദ്ധിക്കണം എന്ന് പറയണം. അതൊന്നും എന്നോട് ആരും പറഞ്ഞില്ല. ഞാനൊരു നേഴ്സായ നിലയ്ക്ക് എനിക്കത് നോക്കാം, എനിക്കതിനിട്ട് നേരവും കിട്ടിയില്ല, ഞാനത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മുടെ കൂടെ നിന്നിട്ട് സാറിലെ മേഴ്സിയെ നമുക്ക് വന്ന് നമ്മൾ സഹിക്കുക. അത് നമ്മളെ ഒന്നും വിചാരിച്ചിട്ടില്ല. എപ്പോഴും ഞാൻ ഉണ്ടാവും കൂടെ എന്ന് പറയുമ്പോ നമുക്ക് സഹിക്കാനുള്ള ഒരു ബലം കിട്ടും എന്ന് പറയാൻ ഞാൻ. അങ്ങനെ ഇല്ലാണ്ടാവുമ്പോ നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്. അപ്പൊ ഏത് കാര്യത്തിൽ നമ്മുടെ കൂടെ നമ്മുടെ ഭർത്താവ് ഉണ്ടാവുമ്പോ നമുക്ക് ആനബല. ബാക്കി ആരുണ്ടായിട്ടും കാര്യമില്ല. ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആള് മതി, ബാക്കിയൊക്കെ നമുക്ക് ധൈര്യമാണ്. അവരൊന്നുമില്ലെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവ് ഉണ്ടല്ലോ എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റും. അപ്പൊ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സക്സസ് ആണ് എന്റെ ഭർത്താവ്.
സാമ്പത്തികം അങ്ങനെ ഞങ്ങൾ കുറെ മുടിഞ്ഞു പോയി എന്ന് വെച്ചാൽ നമുക്ക് കടകൾ നോക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ കുറെ നാൾ തുറക്കില്ല, പിന്നെ ആരെങ്കിലും ആ കടയിലേക്ക് വരും, അങ്ങനെ കട നിന്നുപോയി. പിന്നെ ഞങ്ങൾ വീടിനോട് ചേർന്ന്, എനിക്ക് ജോലി കിട്ടിയപ്പോ വീടിനോട് ചേർന്നൊരു കട തുടങ്ങാൻ ചെയ്തത്, മെഷീനുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കലും അങ്ങനെയുള്ള ഒരു കട തുടങ്ങാൻ ചെയ്തത്. അപ്പൊ ഇത് നമുക്ക് മുന്നേ നമ്മൾ ഭയങ്കര പ്രയാസപ്പെട്ടാണ്, കട തുറക്കാൻ പറ്റില്ല, എനിക്കൊരു ജോലിയില്ല, കുട്ടികള് അസുഖമാണ്, എന്താ ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടിന്റെ ഇടയിലും ആളെയും ഈ സാധനങ്ങളൊക്കെ കടകളിലൊക്കെ കൊണ്ടുകൊടുത്ത്, അപ്പൊ ആള് വലിയ സ്റ്റാറായിരുന്ന ആളാണ്. ആള് പിന്നീട് ചെറുതായിട്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ഓരോ കടകളിലും നടന്ന് വിറ്റ് ആ പൈസ കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മള് എവിടെയായിരുന്നു എന്നുള്ള എന്റെ പകുതിയിലധികം തന്നുപോയി. ആ ഒരു അവസ്ഥ വേറെ. പപ്പയൊക്കെ എന്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ഞാൻ അങ്ങോട്ട് തിരിച്ച്, സാറില്ല, നമുക്ക് മക്കളെ നോക്കി എടുക്കണം, അതിനെന്താ വേണ്ടത് ഒന്നും നോക്കണ്ട, നിങ്ങള് സ്വർണ്ണം ഉരി കൊടുക്കുക, ഓരോന്നോരോന്ന് ഉരി കൊടുക്കുക. അതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് ഗൾഫിൽ പോയിട്ടാ, അപ്പൊ അതുകൊണ്ട് കുറച്ച് കാശൊക്കെ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു, സ്വർണ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സ്വർണ്ണങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് വിറ്റ് നമ്മള് മക്കളെ ചികിത്സിക്കുക, വേറെ മുന്നോട്ട് നമുക്കൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോലി കിട്ടിയെന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഭാര്യയും ഭർത്താവും ഭയങ്കര ഐക്യത്തിൽ ജീവിക്കുമ്പോ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് തരണം ചെയ്യാനുള്ള ഒരു ശക്തി കിട്ടും, ഏത് കാര്യത്തിനും. അതിന് ഭാര്യയും ഭർത്താവും ഒത്തൊരുമ വേണം. അതില്ലാത്ത വീട്ടിലാകുമ്പോ നമുക്കൊന്നും, ഒരു നിസ്സാര രോഗം വന്നാൽ മതി, അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാര്യം എന്ന് പറയാം. അതിന് മക്കളെ ചെറുപ്പത്തിലെ തന്നെ നമ്മൾ കുടുംബത്തോട് ചേർത്ത് നിർത്തി വളർത്തണം എന്നൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. കാരണം ഇവരുടെ വീട്ടിൽ അങ്ങനെയായിരുന്നു, ഭാര്യ എല്ലാവരും ഒരുമിച്ച് ഒരു ഐക്യമുള്ള വീട് തന്നെയായിരുന്നു അത്. ഇതൊക്കെ സെപ്പറേറ്റ് ആയി എല്ലാവരും മാറി മാറി പോയെങ്കിലും എല്ലാവരും പരസ്പരം, ഇപ്പൊ ഞങ്ങളുടെ ഒരു അനിയൻ എന്ന് പറഞ്ഞ അവന് ONGC-യിലൊക്കെ ആയിരുന്നു, ഇപ്പൊ ഗൾഫിലൊക്കെ, അവരെല്ലാവരും സഹായിക്കും, ഞങ്ങളെല്ലാട്ടാ പെങ്ങന്മാർക്കൊക്കെ ഇഷ്ടം പോലെ കൊടുത്ത് അവൻ സഹായിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരു വീടാണ് ഈ എന്റെ ഹസ്ബൻഡിന്റെ വീട്. അപ്പൊ ഞാൻ ഇത്രേ പറയണുള്ളൂ. എന്റെ വീഡിയോ ലെങ്ത് കൂടുതലാന്നാണ് എന്റെ മോള് പറയണത്, അതുകൊണ്ട് ആരും കാണില്ല എന്ന്. അതുകൊണ്ട് ഞാൻ നിർത്താൻ പോണു. നാളെ അപ്പൊ പറയാം. എപ്പോഴും ഞാൻ ഈ വീഡിയോ തുടങ്ങാൻ തന്നെ കാരണം എന്റെ മോളാട്ടാ, ഞാൻ അല്ലെങ്കിൽ തുടങ്ങാനൊന്നും എനിക്കറിയില്ല. ഞാൻ ഈ റിട്ടയർമെന്റ് പീരീഡ് വന്നപ്പോ മക്കളും പോയി, ഇവളുടെ കല്യാണം കഴിഞ്ഞു, ഒരു ഒറ്റപ്പെടലിന്റെ പോലെ ഇങ്ങനെ ഇങ്ങനെ രണ്ടാളുണ്ടെന്ന് വെച്ചാലും നമ്മൾ തന്നെയായില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് അവള് പറഞ്ഞ ഒരു വീഡിയോ തുടങ്ങാം മമ്മിയെ, വീഡിയോ തുടങ്ങുന്നു പറഞ്ഞിട്ടാണ് അങ്ങനെ, അല്ല യൂട്യൂബിലൊരു ചാനൽ തുടങ്ങുന്നു പറഞ്ഞിട്ട് അവൾ തന്നെ തുടങ്ങി തന്ന ഒരു ചാനലാണ്. അപ്പൊ അത് ഇവിടെ വരെ എത്തി, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് 10,400 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ട് തുടങ്ങിയതല്ല. അപ്പൊ അത് ഇത്രയൊക്കെ ആയി, നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിനും ഇതുവരെ എത്തിച്ചതിനൊക്കെ വളരെ സന്തോഷം. ഇനി അവിടെ നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഇന്നത് മതി. ഓക്കെ, നാളെ കാണാം.